പറയുന്നു, ഞാനൊരു വീട് പണിതിട്ടുണ്ട്, ആ വീട്ടിൽ എഴുതി വെക്കാൻ ഒരു കവിത തരുമോ? ഞാനൊരു വീട് പണിതിട്ടുണ്ട്, ആ വീട്ടിൽ എഴുതി വെക്കാൻ ഒരു കവിത തരുമോ? ഉടനെ അലി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാ ബിദ്ദഹരി യബ്നീഹാ. അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ, നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മുടെ സന്താനങ്ങൾക്ക് അടിപിടി കൂടാനാണ് ഉണ്ടാക്കുന്നത്. പള്ളിക്ക് സംഭാവന ചോദിച്ചാൽ കൊടുക്കാൻ പ്രയാസമാണ്. അവനവന്റെ വീട്, അവനവന്റെ പറമ്പ്, അവനവന്റെ സ്വത്ത് എന്ന് പറഞ്ഞ് പിടിച്ച് 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 പിശുക്കി പിശുക്കി ഇറുക്കി ഇറുക്കി പിടിച്ച് നീ വെച്ച സ്വത്തുണ്ടല്ലോ, നീ മരിക്കുന്ന സമയത്ത് ആ വീടും നിന്റെ സ്വത്തുമെല്ലാം നിന്റെ സന്താനങ്ങൾക്ക് അടിപിടി കൂടാനാണ്. വദൂറുനാ ലിഖറാബിദ്ദഹരി നബ്നീഹാ, നമ്മുടെ വീടുകൾ കാലത്തിന് നശിപ്പിച്ചു കളയാനുള്ളതാണ്. നമ്മള് വലിയ വീടുണ്ടാക്കി ആ കുറച്ചു നാള് കഴിയുമ്പോഴേക്ക് നമ്മുടെ മക്കൾ വന്നിട്ട് പറയും, ഈ വീട് ഔട്ട് ഓഫ് ഫാഷനാണ്, ഒന്നുകിൽ അത് തല്ലിപ്പൊളിക്കുകയാണ്, അല്ലെങ്കിൽ വിറ്റൊഴിവാക്കുകയാണ്. നീ പണിയുന്ന വീട് ലൈഫ് ടൈം ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് പണിതതാണ്. അങ്ങനെയുള്ള വീടിനോട് നീ വിട പറയേണ്ടതാണ്. പുതിയ വീട് വെച്ചിട്ട് അതിൽ കവിത എഴുതാൻ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്, വദൂറുനാ ലിഖറാബിദ്ദഹരി നബ്നീഹാ. അതുകൊണ്ട് മോനെ, വഅമൽ ലിദാരിൻ ഗദൻ, നാളത്തേക്കുള്ള വീടിന് വേണ്ടി നീ പണിയെടുത്തോ. ഇന്നത്തെ വീടിന് വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ വലിയ മൽപിടുത്തത്തിലാണ്, വലിയ മത്സരത്തിലാണ്. എന്നാൽ മരണാനന്തരം താമസിക്കാൻ നിനക്ക് വീടില്ല. മരണത്തിന് മുമ്പ് ഉണ്ടാക്കിയ വീടാണ് നാളത്തേക്ക് കിട്ടാനുള്ളത്. അതാണ് മഹാനരായ ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൊണ്ട് പറയുന്നു, അല്ലയോ ഉമറേ, നിങ്ങൾക്ക് കിട്ടാനുള്ള വീട് ഞാൻ കണ്ടു ഉമറേ. ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് സുന്ദരിയായ ഒരു പരിചാരക ഇവിടെ നിൽക്കുന്നുണ്ട്. ആ വീടിന്റെ മനോഹാരിത കണ്ടപ്പോൾ അതിന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ എനിക്ക് മോഹമുണ്ടായി. അപ്പോഴാണ് ഉമറേ, നിങ്ങളുടെ പ്രത്യേകമായ സ്വഭാവ രീതിയെ കുറിച്ച് ഞാൻ ഓർത്തുപോയത്. അവിടുന്ന് പെട്ടെന്ന് ഇഷ്ടം വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പോയത് ഉമറേ. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഫാവാറു അലൈക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളോട് അങ്ങനെ ക്ഷിപ്ര സ്വഭാവം കാണിക്കുമോ തങ്ങളെ? അവിടുന്ന് എന്റെ വീട്ടിലൊന്ന് കയറിക്കൂടായിരുന്നോ? നാളത്തേക്കൊരു വീട് അതാ സ്വർഗത്തിൽ പണിത് റെഡിയാണ്. നമുക്ക് പരലോകത്തുള്ള വീടിനെ കുറിച്ചൊക്കെ എത്ര വഴുതു പറഞ്ഞാലും ഒന്നും തലേ കയറില്ല. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരാളിന് പള്ളി പണിതാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീട് നൽകും. അത് ഒരു ചെറിയ കുരുവിക്കൂടിന്റെ അത്രയുമാണെങ്കിലും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കമഫ്ഹസി ഖഫാത്തിൻ, ചെറിയ ഒരു കുരുവിയുടെ കൂടിന്റെ അത്രയാണെങ്കിലും ശരി, വലൗ ബിലബിനത്തിൻ, വേറെ ഒരു നിവേദനത്തിൽ കാണാം, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കും. അതാണ് അറബികൾ ഈ ഹദീസിൽ വളരെ പ്രതീക്ഷ വെക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലൊക്കെ അറബികൾ വെച്ച കുറെ പള്ളികളുണ്ട്. നമ്മൾ വിചാരിക്കും അവർ വലിയ കോടിപതികളാണ്. യഥാർത്ഥത്തിൽ വളരെ പാവപ്പെട്ട അറബികളാണ്.
ചെറിയ ചെറിയ പള്ളികൾക്ക് വേണ്ടി പലപ്പോഴും സഹായിക്കുന്നത്. അവരുടെ പണി എന്താ? അവർക്കൊരു ജോലി കിട്ടിയാൽ അന്ന് മുതൽ അവർ ചെറിയൊരു വീതം മാറ്റി വെക്കും. എനിക്ക് സ്വർഗത്തിലേക്കൊരു വീട് പണിയണം, സ്വർഗത്തിലേക്കൊരു വീട് പണിയണം. അങ്ങനെ അവർ ചെറിയ സംഖ്യ വീതം മാറ്റി മാറ്റി വെക്കും. അത് ചിലപ്പോ 1,00,000 റിയാലായി, 1,00,000 ദിർഹമായി, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വലിയ സംഖ്യയായി മാറിയാൽ ഇന്ത്യക്കാരോട് ചോദിക്കുകയല്ല, നിങ്ങൾ അവിടെയെങ്കിലും വല്ല പള്ളി വേണോ? കണ്ടിട്ടില്ലാത്ത നാട്, ഏതോ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നയാൾ അയാളോട് ചോദിക്കും, ഈ ഒരു ബജറ്റിൽ എന്റെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങളുടെ നാട്ടിലെങ്ങാനും പള്ളി ആവശ്യമുള്ള സ്ഥലമുണ്ടോ? അതെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വേണം. എന്നാൽ ഇതാ വെച്ചുകൊള്ളൂ, എന്റെ ഈ 1,00,000 റിയാല് അല്ലെങ്കിൽ 2,00,000 റിയാല്, ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളി കാണണമെന്നും അവർക്കില്ല. അവര് നാളത്തേക്ക് വേണ്ടി ഒരു വീട് വെച്ചു. ചിലപ്പോ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന മലയാളി ഈ അറബിയേക്കാൾ വലിയ സമ്പന്നനായിരിക്കും. അങ്ങനെ ഒരു മനസ്സ് ഈ മലയാളിക്കുണ്ടായില്ല. നാളത്തേക്ക് വേണ്ടി അള്ളാഹുവിന്റെ വീട്ടിൽ, ഒരു സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടായില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ പണിയുമ്പോഴും അതാ സുജൂദ് ചെയ്യാൻ ഇടമില്ലാതെ ഒരുപാട് ആളുകൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സ് നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ മനസ്സിൽ വരുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് അത്തരമുള്ള നല്ല വിചാരങ്ങളുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ബീഹാറിലെ പാറ്റ്നയിലും കൽക്കട്ടയിലും ബാർസോയിലും വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ടയിലും എല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി. പല സ്ഥലത്തും ചെല്ലുമ്പോൾ വളരെ ദാരിദ്ര്യമുള്ള ആളുകൾ താമസിക്കാൻ നല്ല ഒരു വീട് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരാൻ പോലുമില്ലാത്ത ഗ്രാമങ്ങൾ, കറണ്ടും വെളിച്ചവും വെള്ളവും എത്താത്ത പ്രദേശങ്ങൾ, ഇതെല്ലാം വെസ്റ്റ് ബംഗാളിൽ ഉണ്ട്, ബീഹാറിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നയാപോള നൽസർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ പാടത്തിന്റെ വരമ്പിൽ ചളിയടിച്ചു നിരത്തിയിട്ടൊരു പനമ്പെടുത്ത് മെഹ്റാബാക്കിയിട്ട് ആളുകൾ ജുമുഅ നിസ്കരിക്കുന്നത് വരെ ആ പാടത്തിന്റെ വരമ്പത്താണ്. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല. 10 ലക്ഷം രൂപയുണ്ടായാൽ നല്ല ഒരു പള്ളി അവിടെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അത് കൊടുക്കാൻ പറ്റുന്നവർ ആ നാട്ടിലില്ല. അവരാ പാടത്താണ് നിസ്കരിക്കുന്നത്. ഞങ്ങൾ ചില നല്ല മനുഷ്യന്മാരുടെ സഹായത്തോടെ അവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോയതാണ്. 7 ഗ്രാമങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി പള്ളി ആവശ്യമുള്ള സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അവിടെ എല്ലാം അനിവാര്യമായ സ്ഥലങ്ങളാണ്. 5 ലക്ഷമോ 10 ലക്ഷമോ ഉണ്ടായാൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു സ്പോൺസറെ കിട്ടിയിട്ട് ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പാടത്തിന്റെ വരമ്പത്തൊരു പള്ളിയുടെ പണി 2 ആഴ്ച മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്രയോ നാടുകളാണ്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ, കർണാടകയിലേക്ക് ചെന്നാൽ, ഇതുപോലെ ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചെന്നാൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു ചെറിയ മുസല്ല സംവിധാനം പോലും ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നാളത്തേക്കൊരു വീട് പണിയാൻ മനസ്സുള്ളവർ വളരെ കുറഞ്ഞുപോയി. നമ്മൾ നമ്മുടെ വീടിന്റെ മോടി പിടിപ്പിക്കുകയാണ്. നമ്മളിതാ നമ്മുടെ വീടുകൾ വലിയ രമ്യകർമ്മങ്ങളാക്കുകയാണ്. അത് നിങ്ങൾ കാലം നശിപ്പിച്ചു കളയാനുള്ള വീടാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് നാളത്തെ ഒരു വീടിന് വേണ്ടി നീ കർമ്മം ചെയ്തോ. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? ആ വീടിന്റെ കാവൽക്കാരൻ റിദ്വാൻ അലൈഹിസ്സലാമാണ്. വൽജാറു അഹ്മദു റഹ്മാനു നശീഹാ.
അവിടെ അയൽവാസിയായുള്ളത് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാത്രമല്ല റിദ്വാൻ അലൈഹിസ്സലാം കാവൽ നിൽക്കുന്ന വീടാണ്. ആ വീടിന് വേണ്ടി ഒന്ന് സൽക്കർമ്മം ചെയ്യണേ മോനെ. കാരണം എന്താണ്? ومن كتبت عليه خطا مشاها. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന കാൽപ്പാടുകളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചവൻ എത്ര അടി വെക്കണമെന്ന് നിശ്ചയിച്ചോ അത് നമ്മൾ നടക്കുന്നതാണ്. വഅർസാഖുൽ ലനാ മുതഫർരിഖാതുൻ ഫമൻ ലം തഅതിഹി മിന്നാ അതാഹാ ومن كتبت منيته بأرض فوت في أرض سواها. അറിയുമോ, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച വിഹിതം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭൂമിയിൽ മരിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹു നിശ്ചയിച്ച ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. അറിയില്ലേ, ഇപ്രാവശ്യം ഹജ്ജിന് വേണ്ടി പോയ എത്ര ആളുകളാണ് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ലഗേജ് ശരിയാക്കി വെച്ചവരാണ്. അതാ അറഫയിൽ നിന്ന് കഴിഞ്ഞു മക്കളെ. ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കമാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ മിനായിൽ മരണപ്പെട്ടു പോയില്ലേ? ഹജ്ജിന് മുമ്പ് തന്നെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് മരണപ്പെട്ട് വീണവരില്ലേ? ومن كتبت منيته بأرض فليس يموت في أرض سواها. അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തല്ലാതെ മരിക്കൂല. പടച്ചവൻ നിശ്ചയിച്ച ഇടത്തിലല്ലാതെ നിങ്ങളുടെ ജീവിതം അവസാനിക്കൂല. അതുകൊണ്ട് നാളത്തേക്ക് വല്ലതും ചെയ്തോ, നാളത്തേക്ക് വല്ലതും ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഒരു മരണ വീട്ടിൽ പോയി. മരണപ്പെട്ടുപോയ ആളുടെ മകൻ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ഇന്നാലിന്ന സ്ഥലത്തൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്, അവിടെ ഒന്ന് കയറി താമസിക്കാൻ ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇത് വാടക വീടാണ്. ആ വീട്ടിലൊന്ന് കയറിയിട്ടിരിക്കാൻ എന്റെ വാപ്പയ്ക്ക് അവസരം കിട്ടിയില്ല. എല്ലാ പണിയും തീർന്നു, പക്ഷേ അവിടെ ഒന്ന് കേറാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ ഈ ഓടിച്ചു കൊണ്ടുവന്ന ടൂ വീലർ വാപ്പയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തതാണ്. വാപ്പ മരിച്ചിട്ട് 3-ാം ദിവസമാണ് അത് കിട്ടിയത്. അല്ലാതെ വാപ്പയ്ക്കൊന്ന് തൊടാനായില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ? നമ്മൾ വെക്കുന്ന വീട്ടിൽ നമ്മൾക്ക് താമസിക്കാനാകുമോ? നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ കാര്യങ്ങൾ വരുമോ എന്നറിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സക്കറാത്തുൽ മൗത്ത് വന്നു കഴിഞ്ഞു. ഇതിനപ്പുറത്തൊരു ജീവിതം വരാനുണ്ട്. അത് വിശാലമായ ജീവിതമാണ്. ഇത് നൈമിഷികമാണ്. റബ്ബ് തന്നതിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചോ. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇത് എന്റെ ഉദാഹരണമല്ല. ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഉദാഹരണമാണ്. ആ ഉദാഹരണം നമ്മുടെ ജീവിതത്തെ മുഴുവനും മനസ്സിലാക്കാനുള്ളതാണ്. എന്താണെന്നല്ലേ സഹോദരന്മാരെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതാ ഒരാൾ ഒരു ദ്വീപിൽ താമസിക്കുകയാണ്. അയാൾക്ക് 3 കൂട്ടുകാര് മാത്രമാണുള്ളത്. ഒന്നാമത്തെ കൂട്ടുകാരനോട് അയാൾക്ക് വലിയ ബന്ധമാണ്, വലിയ അടുപ്പമാണ്. ഒന്നാമത്തെ ആൾ വളരെ ഇന്റിമേറ്റ് ആൻഡ് ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അയാളോട് എപ്പോഴും വലിയ ചങ്ങാത്തമാണ്, എല്ലാവരോടും വലിയ കമ്പനിയാണ്. അങ്ങനെയുള്ള ഒന്നാമത്തെ കൂട്ടുകാരൻ
രണ്ടാമത്തെ ആളോടും വലിയ തരക്കേടൊന്നുമില്ല, അത്യാവശ്യം നല്ല ബന്ധമാണ്. മൂന്നാമതൊരാളുണ്ട്, വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഒരു സലാം പറയുന്ന ഒരു ബന്ധം. ഇങ്ങനെ 3 പേര് മാത്രമുള്ള ഒരു ദ്വീപിൽ ഒരാൾ താമസിക്കുകയാണ്. 3 കൂട്ടുകാരെ ഉള്ളത്. കുറെ നാളിങ്ങനെ പോയി. അപ്പോൾ അയാൾക്കൊരു ലെറ്റർ കിട്ടി, നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളണം. നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾ ഇവിടുന്ന് പോണം. അങ്ങനെ ഈ ലെറ്ററും വാങ്ങി ഇയാൾ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും രാത്രിയിലും പകലിലും തണുപ്പിലും ചൂടിലും എപ്പോഴും ചങ്ങാത്തമുണ്ടായിരുന്ന കൂട്ടുകാരന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോവാണ്, പോകാനുള്ള ഓർഡർ വന്നിരിക്കുകയാണ്, നിങ്ങളോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കൂട്ടുകാരൻ പറയാണ്, നിനക്ക് പോകണമെങ്കിൽ പോകാം, അതിനെനിക്കെന്ത് വേണം? അപ്പൊ ഇയാളാകെ അത്ഭുതപ്പെട്ടു. ഞാൻ ഇത്രയേറെ സ്നേഹിച്ച് അടുപ്പത്തിൽ കൊണ്ടു നടന്ന ആള്, എപ്പോഴും ഞാൻ ആറ്റുനോട്ട് പൂട്ടിയിരുന്നയാള്, ഇതാ ഇപ്പൊ എന്നോട് പറയുന്നു നിനക്ക് പോകാം, എനിക്കെന്ത് വേണം? വല്ലാത്ത കഷ്ടായി പോയല്ലോ. ഞാൻ ഇയാൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയെല്ലാം സ്നേഹം കാണിച്ചത്. രണ്ടാമത്തെ ആളോട് യാത്ര ചോദിക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം. അപ്പൊ രണ്ടാമത്തെ ആളെ വെച്ച് എത്ര മണിക്കാണ് പോകേണ്ടത്? 6 മണിക്ക്. എന്നാ ഞാൻ കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടു തരാം. പടച്ചോനെ, ഞാൻ വല്ലാതെ ഇഷ്ടം വെച്ചുകൊണ്ട് നടന്ന 2 പേരും ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇത് എന്റെ ഉദാഹരണമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്ന ഉദാഹരണമാണ്. ഒന്നാമത്തെ കൂട്ടുകാരൻ യാത്ര ചെയ്യാൻ നേരം പറയാ, പൊയ്ക്കോ, എന്ത് വേണം? രണ്ടാമത്തെ ആള് പറയാണ്, നിങ്ങളെ കൊണ്ടുപോയി യാത്രയാക്കി തരാം. ഇനി മൂന്നാമത്തെ ആളോട് ചോദിക്കാനുള്ള മനസ്സൊന്നുമില്ല, എന്നാലും ഒന്ന് ചോദിച്ചേക്കാം. വല്ലപ്പോഴും കണ്ടുകേട്ട പരിചയം മാത്രമേ ഉള്ളൂ. അയാളോട് ചെന്നിട്ട് പറയാണ്, ഞാനിതാ ഇവിടുന്ന് പോവാണ് നാളെ രാവിലെ 6 മണിക്ക്. അപ്പോഴയാൾ ചോദിക്കുന്നത് 6 മണിക്കാണ്, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാൻ സാധാരണ പരിഗണിക്കാത്ത ഈ മൂന്നാമത്തെ ആളാണല്ലോ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞത്. ഈ 3 പേരാരാണ്? ഒരായത്തിന്റെ വിശദീകരണമാണിത്. ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദുറുൽ മൻസൂർ എന്ന തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആരാണ് ഈ 3 കൂട്ടുകാർ? സാധാരണ വെള്ളിയാഴ്ച നമ്മളെ പാരായണം ചെയ്യുന്ന അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഈ 3 കൂട്ടുകാരാരാണെന്ന് എന്റെ പ്രിയമുള്ള സദസ്സൊന്ന് ചിന്തിക്കണേ. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണ്? അൽമാൽ, നിങ്ങളുടെ സമ്പാദ്യമാണ്. ആ സ്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഉറക്കൊഴിച്ചത്, ആ സ്വത്തിന് വേണ്ടിയാണ് നമ്മൾ അടിപിടി കൂടിയത്, ആ സ്വത്തിന് വേണ്ടിയാണ് നമ്മൾ കുടുംബബന്ധം വിച്ഛേദിച്ചത്, ആ സ്വത്തിന് വേണ്ടിയാണ് നമ്മൾ തർക്കവിതർക്കങ്ങളിൽ കൂടിയത്, ആ സ്വത്തിന് വേണ്ടിയാണ് പലപ്പോഴും അടുത്തവരെ അകറ്റിക്കളഞ്ഞത്, ആ സ്വത്തിന് വേണ്ടിയാണ് സർവത്ര കുലുമാലുകളും ഉണ്ടാക്കിയത്. ആ സ്വത്ത് നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് വിട പറഞ്ഞില്ലേ? ആ സ്വത്ത് നിങ്ങളോട് അതേ സെക്കൻഡിൽ വിട പറയുകയാണ്. അതാണ് നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച നിങ്ങളുടെ കൂട്ടുകാരൻ മരിക്കുന്ന അതേ സെക്കൻഡിൽ നിങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറിയില്ലേ? അത് നിങ്ങളുടെ കൂടെ വരുന്നില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ്? അൽബനൂൻ, മക്കളാണ് നിങ്ങളുടെ രണ്ടാമത്തെ കൂട്ടുകാരൻ. നിങ്ങൾ പറയും, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിന് വരാൻ വയ്യ, ഇതിന് വരാൻ വയ്യ.
നല്ല കാര്യങ്ങൾക്കെല്ലാം മുടക്ക് പറഞ്ഞ് നിങ്ങൾ ആറ്റുനോറ്റ് പോറ്റിയ നിങ്ങളുടെ മക്കൾ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ കൂടി ആലോചിക്കുന്നത് വാപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ മയ്യിത്ത് അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്, മക്കൾ ഇപ്പുറത്തെ റൂമിൽ ചർച്ച ചെയ്യുന്നത് മയ്യിത്ത് എത്ര മണിക്ക് എടുക്കാം. അതാ അപ്പൊ ഒരു മകൻ പറയാണ് നമുക്ക് 4 മണിക്ക് മയ്യിത്തെടുക്കാം. അപ്പൊ അടുത്ത മകൻ പറയാണ് 4 മണിയാകുമ്പോഴേക്ക് കുഴി റെഡിയാവൂല, എന്നാൽ 5 മണിക്കാക്കാം. നിങ്ങളെ കൊണ്ട് യാത്രയാക്കാനല്ലാതെ നിങ്ങളുടെ മക്കളും കൂടെ വരൂല. ഉമ്മമാരെ, ഉപ്പമാരെ, ഇത് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നേരം മുടക്ക് നിന്നത് കച്ചവടമാണ്. നല്ല കാര്യം ചെയ്യാൻ തടസ്സമായത് മക്കളെ പോറ്റണമെന്നാണ്. എന്നാൽ ഇത് രണ്ടും നിങ്ങളുടെ കൂടെ വരുന്നില്ല. മൂന്നാമത്തേതാണ് വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. മൂന്നാമത്തേതാണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ്. നിങ്ങൾ എല്ലാ ഒഴിവ് കഴിവും കഴിഞ്ഞിട്ട് നിസ്കരിച്ച നിസ്കാരമില്ലേ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളില്ലേ, അത് മരിക്കുമ്പോ നിങ്ങളുടെ കൂടെ വരാനുള്ളതാണ്. അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ കൂട്ടുകാരൻ. നിങ്ങളുടെ കൂടെ വരാനുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. അതേ സമയത്ത് നമ്മൾ ആലോചിച്ചു നോക്ക്, എത്രയോ ആളുകൾ ഈ പരിസരത്തുണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ മടി. അതേ സമയത്ത് രാഷ്ട്രീയത്തിന്റെ കോപ്പരാട്ടിക്ക് ബഹളം വെക്കാൻ എത്ര ആളുകളാണ്, സിനിമാശാലയിൽ ബഹളം വെക്കാൻ എത്ര ആളുകളാണ്. സൽക്കർമ്മങ്ങളിലേക്ക് വരാൻ ആളുകൾ കുറഞ്ഞുപോയി, അതിലേക്ക് താല്പര്യമില്ല. അതേ സമയത്ത് സമ്പത്തിന് വേണ്ടി കടിപിടി കൂടാൻ ആളുകൾക്ക് സമയമുണ്ട്, വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി സമയമുണ്ട്. ചിലപ്പോഴൊക്കെ ജുമഅക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അങ്ങ് ഇറങ്ങിപ്പോകും. നമ്മൾ വിചാരിക്കും ഒരു വല്ല അത്യാവശ്യത്തിനൊക്കെ ഇറങ്ങിപ്പോയിരിക്കും, വിക്രി എല്ലാവരും നേരമില്ല, ദ്വാരക്കാരൻ നേരമില്ല. പള്ളിയുടെ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധൃതിയില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവര് വലിയ തിരക്കിട്ടിറങ്ങും. പള്ളിയുടെ മുറ്റത്തിറങ്ങിയാലോ പിന്നെ എവിടാടാ നീ അങ്ങോട്ട് പോകണം, അവിടെ പിന്നെ തിരക്കില്ല, പിന്നെ ബേജാറില്ല. അതിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു തിരക്കുമില്ല. ഇറങ്ങിപ്പോണ കണ്ടാൽ വിചാരിക്കും അത്യാവശ്യത്തിന് ഇറങ്ങുകയാണ്, എന്നാൽ പുറത്തിറങ്ങിയാൽ പിന്നെ തിരക്കില്ല. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ സൽക്കർമ്മങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ നിങ്ങളുടെ കൂടെ വരാനുള്ളത് സൽക്കർമ്മങ്ങളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. നിങ്ങളുടെ കൂടെ വരാനുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് എന്നേക്കുമുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളെ, എന്റെ പ്രിയമുള്ള ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു എന്ന ചിന്തയിൽ ജീവിച്ച് നാളത്തേക്ക് വേണ്ടി കുറെ അമലുകൾ കരുതി വെക്കണേ. സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി അതാ അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നമുക്ക് നമ്മുടെ മഹാന്മാരായ നേതാക്കളെ കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് യഥാർത്ഥത്തിൽ സ്കൂളിൽ പോയി പേര് പഠിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് പുസ്തകത്തിൽ ഫോട്ടോ വെട്ടിയൊട്ടിക്കുന്ന സയന്റിസ്റ്റുകൾ, കണ്ടെത്തലുകൾ നടത്തിയവർ, അവരെക്കാളൊക്കെ 10,000 മടങ്ങ് പവറുള്ളവരാണ് ഈ സമുദായത്തിന്റെ നേതാക്കൾ. അവരുടെ പേരും അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ ഐൻസ്റ്റൈനെ പഠിക്കുന്നു, ന്യൂട്ടനെ പഠിക്കുന്നു, സാഗനെ പഠിക്കുന്നു, മാർക്സിനെ പഠിക്കുന്നു, എംഗൽസിനെ പഠിക്കുന്നു, അതുപോലെ കുറെ പേരുകൾ നമ്മുടെ കുട്ടികൾ പഠിക്കണേ. എന്നാൽ അവരെക്കാളൊക്കെ 10,000 മടങ്ങിന് പ്രതിഭാർത്ഥമുള്ള മഹാന്മാരെ നമ്മുടെ മക്കൾക്കറിയില്ല.
നമ്മുടെ മക്കൾക്ക് അത് പഠിക്കാൻ നേരമില്ല. 4 ഖലീഫമാരുടെ പേര് പോലും പഠിക്കാൻ നേരമില്ല. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 മഹാന്മാരായ സ്വഹാബത്താരാണ് അറിയണില്ല. ഇനി നിങ്ങളോടൊന്ന് ചോദിച്ചോക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ആ മക്കളുടെ പേരേതെല്ലാം? ആണെത്ര, പെണ്ണെത്ര? അറിയുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് തന്നെ ചോദിച്ചു. അതേ സമയത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പേരും ജാതകവും ജയിച്ചവരുടെ പാർട്ടിയും വയസ്സും ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര മക്കളാ? ആണെത്ര, പെണ്ണെത്ര, പേര് ഏതെല്ലാം? നിങ്ങളോട് ചോദിച്ചു. നിങ്ങളെ കൈവക്കാനും എഴുന്നേറ്റിക്കാനും ഞാൻ പറയണില്ല. നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചു. നിങ്ങൾക്കറിയോ? ഞാൻ കഴിഞ്ഞ വെക്കേഷനിൽ 1000-ൽ പരം വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം ലഭിച്ചു. വ്യത്യസ്ത കോളേജുകളിൽ, സ്കൂളുകളിൽ, വെക്കേഷൻ ക്യാമ്പുകളിൽ, അതുപോലെ തന്നെ വെക്കേഷൻ നടത്തുന്ന കോഴ്സുകളിൽ ഒക്കെ മീറ്റ് ചെയ്യുന്ന 1000-ൽ പരം വിദ്യാർത്ഥികളെ ഇന്ററാക്ട് ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാൻ അവരോടൊക്കെ ചോദിച്ചൊരു ചോദ്യതാണ്. വളരെ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. അതേ സമയത്ത് പ്രീ KG കൊണ്ടുപോയി രാവിലെ തന്നെ പഠിക്കാൻ വിടാൻ ഉപ്പായും ഉമ്മായും ഒക്കെ റെഡിയാണ്. വാപ്പയും ഉമ്മയൊക്കെ റെഡിയാണ്. നമ്മുടെ എല്ലാമായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എത്ര, അവരുടെ പേരേതെല്ലാം എന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നേരമില്ല. ആ നേതാവ് ആരാണ്? നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് ശരിയാവണോ? മുത്തനബിതങ്ങളുടെ പേര് സലാത്ത് ചെല്ലണം. നിസ്കാരം ശരിയാവണോ? മുത്തനബിതങ്ങൾക്ക് സലാം പറയണം. നാളെ ഖബർ ചൊല്ലുമ്പോൾ ചോദിക്കുന്ന നേതാവാനാണ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര് പറയാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സമയമില്ല. പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് നേരമില്ല. ലോകത്തുള്ള ശാസ്ത്രകാരന്മാരെയും രാഷ്ട്രീയ തമ്പുരാക്കന്മാരെയും നാട്ടിലെ സ്ഥാനാർത്ഥിമാരെയും മുഴുവനും അറിയാനും പഠിക്കാനുമുള്ള നേരമുണ്ട്. പക്ഷേ എല്ലാവരുടെയും എല്ലാത്തിലും എല്ലാമായി കാണേണ്ട ഹബീബായ തങ്ങളെ അറിയുമോ? അല്ല ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ പൊന്നാര മകനെയോ മകളെയോ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള സമയം കിട്ടിയോ? അതേ സമയത്ത് അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്തി, ഉമ്മയും വാപ്പയും ആദ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായത് മുത്തനബി തങ്ങളെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? ഞാൻ ദമാമിലെ ഒരു മലയാളികൾ നടത്തുന്ന ഒരു മദ്രസയിൽ പോയി. അന്ന് അവിടെ 300 ചില്ലാനും കുട്ടികളുണ്ട്. ഈ കഴിഞ്ഞ ദുൽഹജ്ജ് കഴിഞ്ഞു. അവിടെ ചോദിച്ചു കുട്ടികളോട്, 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേരറിയോ? ഇല്ല. ഫാത്തിമ ബീവിയുടെ പേര് കുറെ കുട്ടികളൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളതൊന്നും അറിയുന്നില്ല. പഠിപ്പിക്കാൻ ഇവിടെ ആളുകൾക്ക് സമയമില്ല. അതേ സമയത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രമത്തതയിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും ബലികഴിച്ച് കൊച്ചുവെളുപ്പാൻ കാലത്ത് തട്ടി ഉണർത്തിയിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പാഠശാലകളിലേക്ക് പറഞ്ഞുവിടുന്ന ഉപ്പ, പറഞ്ഞുവിടുന്ന ഉമ്മ, ഈ മക്കളും നിങ്ങളും നാളെ ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടതാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ ഹാജരാകുമ്പോ നിങ്ങൾ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് ആറ്റുനോറ്റ് പോറ്റിയ മക്കള് ഞങ്ങൾക്ക് അള്ളാനെ പറഞ്ഞു തന്നില്ല, നബിതങ്ങളെ പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ മലർത്തി കിടത്തിയിട്ട് ചവിട്ടി തേക്കുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല, കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്നേ നമ്മളെ പഠിക്കണം, പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ ആദ്യം അറിയേണ്ടത് ആരെയാണ്? അഷ്റഫുൽ വറാ ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അറിയിക്കാനും നേരില്ല.
നമ്മുടെ 4 ഖലീഫമാരെ നമുക്കറിയില്ല, 4 ഇമാമിയങ്ങളെ നമുക്കറിയില്ല. ഈ ഇമാമിയങ്ങൾ ആരാണെന്ന് അവരുടെ പദവി അറിയില്ല. ചില ആളുകളോട് പറയണോ സഹോദര, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഈ കാര്യം. അപ്പൊ അവൻ ചോദിക്കും, അല്ല ബുഖാരിയിലുണ്ടോ ഈ കാര്യം? ഇമാം ശാഫിഈ ആരാണ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ആരാണ് എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ വഞ്ചനയിൽപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അതും അറിയാതെ പല കാര്യങ്ങളുമായി ആളുകളുടെ ഈമാൻ തെറ്റിക്കുന്നവർ അടിസ്ഥാനപരമായി മതം പഠിക്കാത്ത ആളുകളാണ്, കാര്യമറിയാത്ത ആളുകളാണ് ജനങ്ങളെ വഴിപഴപ്പിക്കുന്നത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് ശാഫിഈ മദ്ഹബുകാരായ ഈ സദസ്സിലുള്ള സഹോദരന്മാർക്കറിയുമോ? അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ശരിയായ പേരെന്താണ് എന്ന് ഈ സദസ്സിലുള്ള ഹനഫി സഹോദരന്മാർക്കറിയുമോ? 4 മദ്ഹബിന്റെ ഇമാമുകളും സത്യത്തിന്മേലാണ്. 4 പേരും ഉസ്താദുമാരും ശിഷ്യന്മാരുമാണ്. അവരിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ളത് അബൂ ഹനീഫ ഇമാം തങ്ങൾക്കാണ്. അവിടുത്തെ ശിഷ്യനാണ് ഇമാം മാലിക് തങ്ങൾ, അവിടുത്തെ ശിഷ്യനാണ് ഇമാമുന ശാഫിഈ തങ്ങൾ, അവിടുത്തെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുമുല്ലാഹ്. പക്ഷേ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ യഥാർത്ഥ പേരെന്താ? ഹനഫി സഹോദരന്മാർ നിങ്ങളോടൊന്ന് ചോദിച്ചു, സ്വന്തം ശാഫിഈ ഇമാം തങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10-50ഓളം എഡ്യൂക്കേഷണലിസ്റ്റുകളായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് കൊല്ലത്ത് ഷാ ഇന്റർനാഷണലിൽ. മാസത്തിൽ 2 ഞായറാഴ്ച സുബഹി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അൽഹംദുലില്ലാഹ് TKM-ലെയും അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിൽ അവരോട് ചോദിച്ചു, ഇമാമുന ശാഫിഈ തങ്ങളുടെ പേരെന്താണ്? ഒരാൾക്ക് പറയാനുണ്ടായില്ല. നമുക്കത് അറിയാനുള്ള ആലോചനയില്ല. അതാണ് കാരണം. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താണ്? നുഅ്മാൻ എന്നാണ് പേര്. സാബിത്ത് എന്നവരുടെ മകനാണ് നുഅ്മാൻ ഇബ്നു സാബിത്ത്. അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ ഹനീഫയുടെ വാപ്പ എന്നാണ്. അതിന്റെ കാരണം എന്താണ്? ഒന്നുകിൽ ഹനീഫ എന്നൊരു മകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മഷിക്കുപ്പിക്ക് പേർഷ്യൻ ഭാഷയിൽ ഹനീഫ എന്നാണ് പറയാ. അവിടുന്ന് എപ്പോഴും മഷിക്കുപ്പിയും പേനയുമായി നടന്ന കാരണത്താൽ അവിടുന്ന് ആളുകൾ വിളിച്ച പേരാണ് അബൂ ഹനീഫ. ഇതെല്ലാം ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫത നുഅ്മാൻ എന്ന ഗ്രന്ഥത്തിലും മനാഖിബ് അബീ ഹനീഫയിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. വാപ്പയുടെ പേര് ഇദ്രീസ് എന്നാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ. 4ാമത്തെ വലിയുപ്പയുടെ പേരാണ് അശ്ശാഫിഈ. അതിലേക്ക് ചേർത്തിട്ടാണ് ഷാഫിഈ ഷാഫിഈ എന്നറിയപ്പെടുന്നത്. സഹോദരന്മാരെ, അറിയണം, മഹാന്മാരായ നേതാക്കന്മാരുടെ പേര് നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ കുറെ ഉദാഹരണം പറയാനുണ്ട്, സമയം പോരാ. പറയട്ടെ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അതാ ഒരാളെ കാണുകയാണ്. ലഖിയൽ ഫുളൈൽ ഇബ്നു ഇയാദ് ദാത്ത യൗമിൻ റജുലൻ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഒരാളെ കണ്ടു. ചോദിച്ചു, അല്ല കം ഉംറുക, നിങ്ങൾക്ക് വയസ്സെത്രയായി? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയ ഒരാളോട് ചോദിച്ചു, വയസ്സെത്രയായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സായി. ഉടനെ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദൻ അൻത മുൻദു 60 സന തസീറു ഇലല്ലാഹ്. 60 കൊല്ലമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുകയാണ് അല്ലേ? എത്തിച്ചേരാൻ അടുത്തിട്ടുണ്ടാകുമല്ലോ. 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? വൈകാതെ 60 കൊല്ലായിട്ട് ഖബറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? വൈകാതെ എത്തിയേക്കാം എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കണേ, എന്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ.
വേറെ ആളുകളുടെ ചോദ്യമല്ല. 50 വയസ്സായവരും 60 വയസ്സായവരും ഒക്കെ ഉണ്ടാവും. എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. 60 കൊല്ലമായി ഖബറിലേക്ക് നടക്കുകയാണ്. യൂഷികു അൻ തസില, എത്താൻ സമയമെടുത്തല്ലോ. ഫഖാല റജുലു, അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി എന്ന് പറയുകയാണ്. ഫഖാലൽ ഫുളൈലു, അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ അഖീ, അല്ലയോ സഹോദരാ, ഹൽ അറഫ്ത മഅനാ, ഈ പറഞ്ഞതിന്റെ അർത്ഥമറിയുമോ? ഉടനെ അദ്ദേഹം പറയുകയാണ്, നഅം, എനിക്കറിയാം. അറഫ്തു അന്നീ ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജിഉ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്നും ഞാൻ അവനിലേക്ക് മടങ്ങുന്നവനാണെന്നുമാണ് ഇതിന്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. വഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെ മടങ്ങുന്നവനാണ്. ഫഖാലൽ ഫുളൈലു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അഖീ, ഇന്നമാ മൻ അറഫ അന്നഹു ലില്ലാഹി അബ്ദുൻ, ഒരാൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, വ അന്നഹു ഇലൈഹി റാജിഉൻ, അവനിലേക്ക് മടങ്ങുന്നവനാണെന്ന് അറിഞ്ഞാൽ, അറഫ അന്നഹു മൗഖൂഫുൻ ബൈന യദൈല്ലാഹ്, അങ്ങനെ ഒരു ബോധമുണ്ടായാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയണേ. ഞാൻ പടച്ചവന്റെ അടിമയാണ്, ഞാൻ അവനിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നൊരു തിരിച്ചറിവ് വേണേ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് ചോദിക്കുമ്പോ ഈ മനുഷ്യനങ്ങ് കരയുകയാണ്. ഫബക്കർ റജുലു, മനുഷ്യൻ, ആ യുവാവ്, ആ മനുഷ്യൻ കരയുകയാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അന്നഹു മസ്ഊൽ, അവൻ ചോദിക്കപ്പെടുന്നവനാണ്. ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടതാണ്. ഫബക്കർ റജുലു, ഈ മനുഷ്യൻ കരയുകയാണ്. വഖാല യാ ഫുളൈൽ, ഓ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ, വമൽ ഹീല, രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന എല്ലാത്തിനും നമ്മൾ കണക്ക് പറയണം. നമ്മൾ വിചാരിക്കോ, എന്റെ പൈസ കൊണ്ട് ഞാൻ വീടുണ്ടാക്കി, നിങ്ങൾ ആരാ പറയാൻ? എന്റെ പൈസ കൊണ്ട് ഞാൻ കാറ് വാങ്ങി, നിങ്ങൾ ആരാ ചോദിക്കാൻ? എന്റെ പൈസ കൊണ്ട് ഞാൻ സിനിമ കണ്ടു, നിങ്ങൾ ആരാ ചോദിക്കാൻ? എന്റെ പൈസ കൊണ്ട് ഞാൻ ഇത് ചെയ്തു, അത് ചെയ്തു. എടോ, നിങ്ങൾക്ക് പൈസ ഇല്ല. അല്ലാഹു തന്നത് മാത്രമേ എല്ലാവർക്കുമുള്ളൂ. അവൻ ചോദിക്കാതിരിക്കില്ല. അല്ലാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കും. അവിടെ തഫ്സീറുർ റാസിയിൽ കാണാം, നിങ്ങളുടെ കോസ്മെറ്റിക്സിനെ കുറിച്ചും അല്ലാഹു ചോദിക്കും. ചീർപ്പ്, കണ്ണാടി, പുരികം വരയ്ക്കാൻ വാങ്ങിയത്, പീലി നനയ്ക്കാൻ വാങ്ങിയത്, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ, എല്ലാത്തിനെ കുറിച്ചും റബ്ബ് ചോദിക്കും. നിങ്ങൾക്ക് 1 കോടി റുപ്യന്റെ ആസ്തി തന്നല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു? പടച്ചവനെ, കുറെയൊക്കെ TV വാങ്ങി, കുറെയൊക്കെ സിനിമ കണ്ടു, കുറെയൊക്കെ കൂത്താടി, കുറെയൊക്കെ അവിടെ പോയി ഇവിടെ പോയി ഒക്കെ ചെലവഴിച്ചു. രക്ഷപ്പെടൂല. അല്ലാഹു തന്നതിന് മുഴുവനും അവന്റെ മുമ്പിൽ കണക്ക് പറയണം. നിങ്ങളുടെ കീഴിൽ ഒരു തൊഴിലാളി ഉണ്ടായാൽ നിങ്ങൾ അവനോട് കണക്ക് ചോദിക്കൂലേ? നിങ്ങളുടെ കടയിലെ ക്യാഷ് കൗണ്ടറിലുള്ള ആൾക്ക് അക്രമം ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ?
അവിഹിതമായി ചെലവഴിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ എല്ലാത്തിന്റെയും അധിപനായ റബ്ബ് തന്ന നിഅമത്ത്, ആ നിഅമത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാതിരിക്കുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ നിന്ന് അവസാന സ്വർഗ്ഗത്തിൽ പോകുന്ന ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അവസാനം പോണ ആളാ. എന്താ കാര്യം? തെറ്റ് ചെയ്തോണ്ടല്ല, വലിയ കോടിപതിയായിരുന്നു അന്നത്തെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച സ്വഹാബിയ. ثم رضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ്. പക്ഷെ അവസാന സ്വർഗ്ഗത്തിലേക്ക് പോണ സ്വഹാബിയ. എന്താ കാര്യം? സ്വഹാബികളിൽ വെച്ച് ഏറ്റവും സമ്പന്നനാണ്. എന്താണ് സ്വർഗ്ഗത്തിൽ പോകാൻ വൈകാനുള്ള കാരണം? മറ്റൊന്നുമല്ല, റബ്ബ് കൊടുത്ത നിഅമത്തിന്റെ കണക്ക് അവതരിപ്പിക്കാനുള്ള ഒരു താമസം, വേറൊന്നുമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കും, ഓ ബിലാലെ, എത്ര റുപ്യന്റെ ആസ്തി ഉണ്ടായിരുന്നു? അത് ഇത്ര റുപ്യക്ക് 5 ദിനാർ. എവിടുന്ന് കിട്ടി? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടിയതാ. എന്തിനു ചെലവഴിച്ചു? വീട്ടുകാർക്ക് ചെലവും കൊടുത്തു, ഒരു പടയങ്കിയും വാങ്ങി, പിന്നെ ഒരു തുണിയും കുപ്പായവും വാങ്ങി, പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല. എന്നാ പോയിക്കോ ഇലൽ ജന്ന. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പെട്ടിക്കട നടത്തുന്ന ഒരാൾ, ഏറമാടക്കടയിൽ കച്ചവടം നടത്തുന്ന ഒരാൾ 500 റുപ്യക്ക് ചക്കവള്ളി പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വൈകുന്നേരം 600 റുപ്യന്റെ കച്ചവടം നടന്നു. 100 റുപ്യ ലാഭം കിട്ടി. മീനും വാങ്ങിയ സാധനമൊക്കെ വാങ്ങി വീട്ടിൽ പോയി. കാൽക്കുലേറ്ററും വേണ്ട, കമ്പ്യൂട്ടറും വേണ്ട, അക്കൗണ്ടന്റും വേണ്ട. ഇത്രേ ഉള്ളൂ അയാളുടെ കണക്ക്. എന്നതുപോലെയാണ് കണക്ക് പറയാൻ അധികം സമയമില്ല. വലിയ കണക്കാരനായാൽ കാൽക്കുലേറ്റർ വേണം, അതിനേക്കാൾ വലുതായാൽ കമ്പ്യൂട്ടർ വേണം, അതിനേക്കാൾ വലുതായാൽ വലിയ സംവിധാനങ്ങൾ വേണം. എന്നതുപോലെ റബ്ബ് തരുന്ന ഓരോ നിഅമത്തിനും മറുപടി പറയണം. ثم لتسألن يومئذ عن النعيم. റബ്ബ് തരുന്ന ഓരോ നിഅമത്തിനും നിങ്ങൾ സമാധാനം പറയണേ, അല്ലാതെ നിങ്ങളുടെ കാലെടുത്ത് മുന്നോട്ട് വെക്കാനാവില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ട്, യുവാവേ, അൻ മാലിഹി മിമ്മക്തസബഹു. എവിടുന്നാണ് കിട്ടിയത്? പടച്ചോനെ, പഴയ മെത്തയ്ക്ക് പുതിയ കവർ ഇട്ട് കൊണ്ടുപോയി പറ്റിച്ചു വാങ്ങിയതാണ് റബ്ബേ. ഇത് പുതിയതാണെന്നാ പറഞ്ഞത്. അപ്പോൾ വരുമാനം ശരിയാകുമോ? എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, പക്ഷേ നിങ്ങളുടെ വരുമാനം ഹലാലാവണം. വരുമാനം ഹലാലാവണം. ഒരിക്കലും കച്ചവടത്തിൽ വഞ്ചിക്കാൻ പാടില്ല. മൻ ഗശനാ ഫലൈസ മിന്നാ. ആരെങ്കിലും ഒരാൾ എന്നെ വഞ്ചിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. കാരക്ക മാർക്കറ്റ് മദീനയിൽ ഇന്നുണ്ട്. പഴയ മാർക്കറ്റ് നടന്ന സ്ഥലത്ത് തന്നെ പുതിയ ബിൽഡിങ്ങും പുതിയ മാർക്കറ്റും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴത്തിന്റെ കൂനയുടെ അടി ഇളക്കിയിട്ടെന്ന് മറച്ചു വെച്ചു. പണ്ടൊക്കെ ചക്കുവള്ളി ചന്തയിൽ പോയാൽ പുളി വാങ്ങാൻ വരുമ്പോൾ ആളുകൾ പുളിയുണ്ട വാങ്ങിയിട്ട് പൊളിച്ചു. അതിനുള്ളിൽ കുരുവാണോ കേടുവന്ന പുളിയാണോ എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പഴത്തിന്റെ കൂന അതിന്റെ അടിയിൽ നിന്ന് ഇളക്കിയൊന്ന് മറിച്ചു. മേലെയുള്ളത് നല്ല കാരക്കയായിരുന്നു. അടി ഇളക്കിയപ്പോൾ കേടുള്ളത്. ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഗശനാ ഫലൈസ മിന്നാ. കച്ചവടത്തിൽ വഞ്ചിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അളവിലും തൂക്കത്തിലും കുറയ്ക്കുന്നവൻ അക്രമിയാണ്, റബ്ബിന്റെ കോടതിയിൽ ശിക്ഷ കിട്ടുന്നവനാണ്. ശരിയായ ഇസ്ലാം ഇതാണ്. ഹലാലായ വരുമാനം വേണം. ഹറാമായ വരുമാനം കൊണ്ടുണ്ടാക്കുന്നത് നരകത്തിലേക്ക് ബന്ധപ്പെട്ടതാണ്. വമാ നബത മിനൽ ഹറാമി. ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായത് ഫന്നാറു ഔലാ ബിഹി. നരകം അതിനോട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും. അപ്പൊ ഹറാമായ ഒരു വരുമാനവും ഉണ്ടാകരുത്. ഹലാലായിരിക്കണം.
ഹലാലാവണം. മക്കൾ നന്നാകണോ, ഹലാലായ വരുമാനം ഉണ്ടാകണം. കാരണം നിങ്ങളുടെ സമ്പത്തിൽ നിന്നാണ് മക്കൾ കഴിക്കുന്നത്. മക്കൾ നേരെയാകാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ ചെലവഴിക്കുന്ന സ്വത്ത് ഹലാലാവുക. ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്, സമയം പോരാ. ഹലാലായ വരുമാനം വേണം, അല്ലാതെ ഹറാമാവരുത്. അതാണ് നിങ്ങൾ എവിടെ നിന്നുണ്ടാക്കിയതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. വഫീമാ അൻഫഖാ, കിട്ടിയ പൈസ എന്തിനാണ് ചെലവഴിച്ചതെന്ന് റബ്ബ് ചോദിക്കും. മോനെ, ആ സമയത്ത് കണക്ക് പറയാതെ കാലെടുത്ത് വെക്കാൻ സാധ്യമല്ല. അതാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവിടുന്ന് കണക്ക് പറയാനുള്ള സാവധാനമാണ്. ബിലാൽ തങ്ങൾക്കധികം കണക്ക് പറയാനില്ല, അമ്മാർ തങ്ങൾക്കധികം കണക്ക് പറയാനില്ല, അബൂ ഹുറൈറ തങ്ങൾക്കധികം കണക്ക് പറയാനില്ല, യാസിർ റളിയല്ലാഹു അൻഹുവിന് അധികം കണക്ക് പറയാനില്ല, അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിന് അധികം കണക്ക് പറയാനില്ല. അവരൊക്കെ പാവപ്പെട്ട സ്വഹാബിമാരാണ്. പണമുള്ളവർ പണം ഹലാലായ വരുമാനമാകണം, ഹലാലായ നിലക്ക് ചെലവഴിക്കണം, സകാത്ത് കൃത്യമായി കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അല്ലാതെ സ്വത്ത് പിടിച്ചു വെച്ചാൽ അത് നാളത്തേക്കുള്ള നാശമാണ്. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗമാരാണ്? പലിശയുമായി ബന്ധപ്പെട്ടവരാണ്. പലിശയുമായി ബന്ധപ്പെട്ടവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട് മോനെ. പരലോകം എന്ന വിഷയം വലിയൊരു വിഷയമാണ്. ഞാനിവിടെ തെരഞ്ഞെടുക്കാൻ കാരണം ഈ മുജീബ് സഖാഫി ചാടിക്കയറി പറഞ്ഞതുകൊണ്ടാണ്. ഒരു 10-20 ദിവസം തുടർച്ചയായി പറയേണ്ടതാണ്. അതിൽ ഏതു ഭാഗമാണ് ഈ 2 ദിവസം കൊണ്ട് പറയാ? ഏതായാലും ഒന്ന് തുടങ്ങി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അവസരങ്ങൾ ഉണ്ടായാൽ പറയാം. ഒരു 10 ദിവസത്തെ പരമ്പര എവിടെങ്കിലും ഒന്ന് പറയണമെന്ന് ഞാൻ എവിടെയോ പറയുന്നത് കേട്ടിട്ട് ആ വിഷയം ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. അല്ലാഹു ജല്ല ജലാലായ റബ്ബ് എത്ര വലിയ ചിന്തക്കുള്ള കാര്യങ്ങളാണ് ആയത്തിൽ രേഖപ്പെടുത്തി തന്നത്. മുത്തുനബി തങ്ങൾ എത്ര വിശാലമായിട്ടാണ് വിശദീകരിച്ചു തന്നത്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, പലിശയുമായി ബന്ധപ്പെട്ടവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുമേ. കേട്ടോളൂ, സൽക്കർമ്മങ്ങൾ ചെയ്തവരെ ഖബറിൽ ആനന്ദിക്കുകയാണ്, അവരാറാടുകയാണ്, അവരാനന്ദത്തിലാണ്, അവരെ തത്തിക്കളിക്കുകയാണ്. അതാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു വഴിക്ക് പോവുകയാണ്. അവർക്ക് താമസിക്കാൻ ഒരു ഇടത്താവളത്തിന്റെ ഖൈമ കെട്ടാൻ, ഖൈമയുടെ ടെന്റിന്റെ കാല് കുഴിച്ചിടാൻ വേണ്ടി ഒരു സ്ഥലത്ത് കുഴിയെടുത്തപ്പോൾ ഒരു ഖബറങ്ങ് തുറന്നുപോയി. ആ ഖബറിന്റെ ഉള്ളിൽ ഒരാളിരുന്നു കൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്. സൂറത്തുൽ മുൽക്ക് ഓതുക ഖബറിലിരുന്നിട്ട്. ഇത് കഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് കാണുക. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹ് സുദൂർ, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അർ-റൂഹിൽ, ബഹുമാനപ്പെട്ട ഇമാം അഹ്വാലുൽ ഖബൂൽ അബ്ദുൽ ഗനി നാബുൽസി തുടങ്ങിയുള്ളവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. പ്രിയമുള്ളവരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, ഇങ്ങനെ ഒരാൾ ഖബറിൽ ഇരുന്ന് സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. ഉടനെ അവിടുന്ന് പറയുകയാണ്, ഹിയൽ മുൻജിയതു വഹിയൽ മാനിആ. അത് ഖബർ ശിക്ഷയെ തടയുന്ന സാധനമാണ്. ഖബറിലെ ശിക്ഷയെ തൊട്ട് രക്ഷ കിട്ടുന്ന സൂറത്താണ്. അപ്പൊ സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ദിവസേന ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്കുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാണ് അവിടെ ഇരുന്ന് ഓതുന്നത്. അങ്ങനെ ഖബറാളി ഖുർആൻ ഓതാം, ഖബറിന്റെ ഉള്ളിൽ ഖുർആൻ ഓതാം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഖബറിൽ അങ്ങനെ നല്ല ആനന്ദം കിട്ടും. അതേ സമയത്ത് തെറ്റു ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഉണ്ടാകാം? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതുകയാണ്,
അതാ മഹാനായ അവിടുത്തെ ഉസ്താദാണ് ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റമളാനിലെ 27 രാവ് ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞ രാത്രിയാണ്. അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ട് പ്രതീക്ഷിക്കുന്ന രാത്രിയാണ്. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ എന്റെ വാപ്പാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ പോയി. വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. നല്ല മക്കൾ അങ്ങനെയാണ്. നല്ല ദിവസം വരുമ്പോഴൊക്കെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകും. നല്ല മക്കൾ അങ്ങനെയാണ്. ഉപ്പാന്റെ അടുത്ത് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 6-ാം വയസ്സിൽ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ കൂട്ടിക്കൊണ്ടുപോയി മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി എന്നവരെ സിയാറത്ത് ചെയ്യാൻ. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അബവായിൽ വെച്ച് ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയത്. അപ്പോൾ നല്ലവരായ ആളുകൾ ഉപ്പാനെ ഉമ്മാനെ ഒക്കെ സിയാറത്ത് ചെയ്യുന്ന ആളുകളാണ്. അത് വലിയ ഇബാദത്താണ്. പ്രിയമുള്ളവരെ അറിയണം, അങ്ങനെ ഞാൻ എന്റെ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോയി. അപ്പോഴാ തൊട്ടപ്പുറത്തുള്ള ഒരു ഖബറിൽ നിന്ന് ഇത്ര പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന പുണ്യരാത്രിയാണ്, റമളാനിന്റെ രാവാണ്. റഹ്മത്തിന്റെ മലക്കുകളും വിശുദ്ധാത്മാക്കളിൽ ലോകം മുഴുവനും നിറഞ്ഞിറങ്ങുന്ന ദിവസമാണ്. അങ്ങനെ പുണ്യമുള്ള ഒരു ദിവസത്തിൽ ഞാൻ എന്റെ വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അടുത്തുള്ള ഒരു ഖബറിൽ നിന്നൊരു ബഹളമാണ്. എന്നിങ്ങനെ നിലവിളിക്കുകയാണ്. ഞാൻ നോക്കി ഏതു ഖബറിൽ നിന്നാണ് വരുന്നത്? തൊട്ടപ്പുറത്തുള്ള ഒരു ഖബറിൽ നിന്നാണ് ആ നിലവിളി കേൾക്കുന്നത്. ഞാൻ ആ ഖബർ അടയാളം വെച്ചു. പിറ്റേന്ന് രാവിലെ പള്ളിയിൽ വന്ന ജനങ്ങളോട് ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? പറഞ്ഞു, ഇന്നാലിന്നയാളുടെ ഖബറാണ്. അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അതെ, അയാളുടെ ജീവിതത്തെ കുറിച്ച് വലിയ കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. പിന്നെന്തേ അയാളുടെ ജീവിതത്തിലുള്ള ഒരു കംപ്ലൈന്റ്? അയാൾ നിസ്കരിക്കുന്ന ആളായിരുന്നു, നോമ്പെടുക്കുന്ന ആളായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ അവസാനം ബിസിനസ്സൊക്കെ പൊട്ടിയപ്പോൾ അയാൾ പലിശയുമായി ഇടപെട്ടുപോയി. ഉള്ള പൈസ പലിശക്കിട്ട് കളഞ്ഞു. ആ പലിശ കാരണത്താൽ ലൈലത്തുൽ ഖദറിലും മഹത്വമുള്ള രാത്രിയിലും അതാ ഖബറിൽ കിടന്ന് നിലവിളിക്കുകയാണ്, ഇന്നാ ലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരാ, അതുകൊണ്ട് ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ ഖബർ ശിക്ഷയ്ക്ക് കാരണമാണ്. അവിടെ സഹായിക്കാനാരുമില്ല, അവിടെ കൂടെ വരാനാരുമില്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അതാ ഖബറെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. അല്ലാഹുവിനെ അറിയാതെ തെറ്റു ചെയ്ത് ജീവിച്ചവർക്ക് നരകക്കുണ്ടിൽ നിന്നൊരു കുണ്ടാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാര് കാണുന്ന രീതിയിൽ തുറന്നിട്ട് നടന്നാൽ, തെരുവിൽ കറങ്ങിയാൽ, ഔറത്ത് തുറന്ന് അന്യപുരുഷന്മാരുമായി ഇടപഴകിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ. സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധവും ലഭ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിയമം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാറ്റാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചു.
അതിൽ ഒരു പെണ്ണുപോലുമില്ല. ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാ സഹോദരന്മാരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നിങ്ങൾ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അതിൽ നിക്ഷേപിക്കണം. നമ്മുടെ ഈ പരിപാടിക്കും അതുപോലെ നമ്മുടെ നിർമ്മാണത്തിൽ നിൽക്കുന്ന സ്ഥാപനത്തിനും ഒക്കെ സഹായിച്ചവർ സഹായിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പവിത്രമായ ദീൻ, ആ ദീനിനെ ഒരു കാരണത്താലും നമുക്ക് അലങ്കോലപ്പെടുത്താൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അത് കൃത്യമായ നിയമമാണ്. ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു അയച്ചു, ഒറ്റ പെണ്ണ് പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരിൽ ഒരൊറ്റ സ്ത്രീയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ടായിരുന്നു. ആയിഷത്തും ഹഫ്സത്തും സൗദാ സഫിയത്തും മൈമൂനത്തും റംലാ തുടങ്ങിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദികളായ ഭാര്യമാർ, അവര് നമ്മുടെ ഉമ്മമാരാണ്, ലോകവിശ്വാസികളുടെ മാതാക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ബുദ്ധിമതിയാണ്. ഏറ്റവും ഹദീസ് നിവേദനം ചെയ്തവരിൽ ഒന്നാം സ്ഥാനത്തുള്ള മഹദിയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ദിശണ വലുതാണ്, ചിന്ത വലുതാണ്. ആ മഹദിയെ പോലും മദീനയുടെ ഗവർണറാക്കിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരം നൽകിയില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ എവിടെത്തിപ്പോയി? പഞ്ചായത്തിൽ മുഴുവനും ഈ സമുദായത്തിന്റെ സഹോദരിമാര് കലാശക്കൊട്ടിൽ നിന്ന് ഈ ഉമ്മത്തിലെ താത്താമാരെ ചുമന്നുകൊണ്ട് നടക്കുക ആളുകൾ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോളെ വെച്ചോണ്ട് നടക്കുക. ഇങ്ങനെ ഒരു ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദീൻ ഇസ്ലാം ഇവിടെ ഇല്ല. അല്ലാഹുവിന്റെ ദീൻ അതിന് വ്യക്തമായ നിയമമുണ്ട്. എങ്ങനെയാകണം, എങ്ങനെയാകരുത്. 5 നേരത്തെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പെണ്ണിനോട് പറഞ്ഞില്ല. പള്ളിയിൽ ഇമാമാകാൻ പെണ്ണിനോട് പറഞ്ഞില്ല. ഖുതുബ നടത്താൻ പെണ്ണിനോട് പറഞ്ഞില്ല. ഇതിന്റെ അർത്ഥം സ്ത്രീകൾ മോശക്കാരാണല്ല. അവർക്ക് അല്ലാഹു തആല വലിയ സ്വർഗ്ഗം കൊടുത്തു. സ്വർഗ്ഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചവരിൽ മഹദിമാരെത്രയോ ഉണ്ട്. സൂറത്ത്, പരിശുദ്ധമായ ഖുർആനിൽ മറിയം ബീവിയെ കുറിച്ച് പറയാൻ ഒരു സൂറത്തുണ്ട്, സൂറത്ത് മറിയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ മുജാദില സൂറത്ത് നോക്കൂ. അങ്ങനെ ഓരോ സൂറത്തുകളിലും മഹദിമാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അവർക്ക് അവരുടേതായ സ്ഥാനവും പദവിയും അല്ലാഹു തആല നൽകി. അവരുടെ ആരോഗ്യത്തിനും അവരുടെ ശാരീരിക ഘടനയ്ക്കും എല്ലാം അനുസരിച്ചുകൊണ്ടുള്ളത്. ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് മലപ്പുറം ജില്ലയിൽ വെച്ച് സ്ത്രീ സംവരണത്തിനും പീഡനത്തിനും മധ്യേ എന്നൊരു വിഷയം അവതരിപ്പിച്ച CD ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം. അതിൽ വിശദമായി അതിന്റെ തെളിവുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന് കാഴ്ചപ്പാടുണ്ട് എല്ലാത്തിലും. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ സാധ്യമല്ല. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ അറിയണം, പുരുഷന്മാരെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിന് അതേ പ്രതിഫലം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബ് നൽകുകയാണ്. കാരണം നിങ്ങൾക്കുള്ള ജോലിയെക്കുറിച്ച് അറിയുന്ന റബ്ബാണ് നിങ്ങൾക്ക് നിയമം വെച്ചു തന്നത്. അതുകൊണ്ടാണ് പുരുഷനോട് പറഞ്ഞു, ഖൈറു മസാജിദിന് ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ലെന്ന്.
അതേ നബിതങ്ങൾ തന്നെ ഉമ്മമാരോട് പറയുകയാണ്, ഖൈറു മസാജിദിൻ നിസാഇ ഖൗറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളാണ്. പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ നൽകാമെന്ന് പറഞ്ഞ ദീന് പ്രകൃതിക്ക് അനുയോജ്യമായ ദീനാണ്. ഞാൻ ഈ വിഷയം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നരകത്തിൽ പോകുന്ന കാരണങ്ങളിൽ ഒരു കാരണമാണ് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അതാ തെരുവിൽ കറങ്ങി നടക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, അന്യ പുരുഷന്മാരോട് ഔറത്ത് പ്രദർശിപ്പിക്കുന്നവർ വലിയ അപകടകരമായ കുറ്റം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശാലീനതയിൽ ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ ബുദ്ധിമതിയാണ്. പക്ഷേ ഗവർണറാക്കിയില്ല, അധികാരം നൽകിയില്ല. അതുപോലെ എത്രയോ മഹതികളായ സ്വഹാബി വനിതകൾ, നബിമാരുടെ ഭാര്യമാർ, സ്വഹാബികളുടെ ഭാര്യമാർ, അവരെല്ലാവരും ഉണ്ടായിട്ടും അധികാരം അവർക്ക് നൽകിയില്ല. അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ പാടില്ല. ഒരു പെണ്ണ് മത്സരിച്ചോ ഇല്ലേ എന്നതല്ല, ഒരാള് മദ്യപിച്ചോ ഇല്ലേ എന്നതല്ല, മതത്തിന്റെ പേരിൽ അത് ന്യായീകരിക്കൽ വലിയ അബദ്ധമാണ്. ഒരാൾ മദ്യപിക്കൽ കുറ്റമാണ്, തെറ്റാണ്. അങ്ങനെയുള്ളവർ തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് മദ്യം കുഴപ്പമില്ല എന്ന് പറയുന്നത്. മാരകമായ തെറ്റാണ്. ഒരു പെണ്ണ് തെരുവിൽ ഇറങ്ങി തോന്നിയ ബഹള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കൽ തെറ്റാണ്, അവൾക്ക് ആഖിറത്തിൽ നഷ്ടമാണ്. എന്നാൽ ഞങ്ങളിത് ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചതുകൊണ്ടാണ്, ഇസ്ലാം കൽപ്പിച്ചതുകൊണ്ടാണ് എന്ന് വാദിച്ചാൽ അത് വലിയ അബദ്ധമാണ്, ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് എന്റെ യുവാക്കളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഖബറിലേക്ക് അതാ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. അല്ലാഹു വിശാലമാക്കി നൽകുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ വലിയ ആനുകൂല്യമാണ്. എത്ര വലിയ സുഗന്ധമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് ആളുകൾക്ക് മടങ്ങാൻ തോന്നുന്നില്ല. കാരണം അവിടെ കസ്തൂരിയുടെ ഗന്ധമാണ്. ആ മണ്ണിങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ പരിസരം മുഴുവനും വളരെ കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ ആ മണ്ണിങ്ങനെ ബറക്കത്തെടുക്കുകയാണ്. അപ്പോൾ ഖബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയതാണെന്ന് താരീഖുൽ ഇമാമിൽ ബുഖാരിയിലെ ഇമാം ബുഖാരി തങ്ങൾ. ചില ആളുകൾ ഓരോന്നിനും തെളിവ് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എന്നാ ആ ബുഖാരി ഇമാമിന്റെ മഖ്ബറ വലിയ പ്രൗഢിയോടുകൂടി കെട്ടി ഉയർത്തിയിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ ഉദ്യാനം ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുവിലാണ് ഇമാം ബുഖാരി തങ്ങളുടെ മഖ്ബറയുള്ളത്. എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത്. അൽഹംദുലില്ലാ, ഞങ്ങൾ 2 വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ ഉദ്യാനത്തിന്റെ നടുവിൽ ഇമാം ബുഖാരി തങ്ങളുടെ മഖ്ബറ വളരെ പ്രൗഢിയോടെ നിൽക്കുന്നുണ്ട്. വലിയ സെക്യൂരിറ്റിയോട് അവിടെ ഗവൺമെന്റ് പരിപാലിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയെങ്കിൽ അവിടെ മുഴുവനും നല്ല സുഗന്ധമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അറിയണേ, എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, അനുജത്തിമാരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സൽക്കർമ്മം ചെയ്താൽ അവരുടെ മഖ്ബറയിൽ എത്ര വലിയ ബഹുമാനമാണ്.
കണ്ടില്ലേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? ഈജിപ്തിലെ കൈറോ സിറ്റിയിലാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖബറയുള്ളത്. അവിടെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് സയ്യിദാ നഫീസ. സയ്യിദാ നഫീസ അതാ അറിയുമോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇന്ന് കിടക്കുന്ന ഖബറിൽ ജീവിതകാലത്ത് ആ ഖബർ ഒഴിച്ചിട്ട് 100 കണക്കിന് ഖത്ം ഓതിയിട്ടുണ്ട്. 100 കണക്കിന് ഖത്ം ഓതി റമളാൻ മാസത്തിൽ നോമ്പുകാരിയായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹദി അവர்கள் വഫാത്താകുന്നത്. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരിയാണ്, നബി തങ്ങളുടെ പേരക്കുട്ടിയാണ്, അഹ്ലുൽ ബൈത്തിലെ മോളാണ് നഫീസ റളിയല്ലാഹു അൻഹ. സഹീഹുൽ ബുഖാരി എന്ന ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. ആ ഗ്രന്ഥം എഴുതിയ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമുള്ള മഹാനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു 270-ൽ പരം കറാമത്തുകൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് എനിക്ക് അറിയാം, ഞങ്ങളുടെ അടുക്കൽ ഉണ്ട്. അത്രയും വലിയ മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. പണ്ടുള്ള ഉമ്മമാരൊക്കെ പ്രസവവേദന വരുമ്പോൾ നഫീസ മാല ഓതും. ഇന്ന് മാല തന്നെ അറിയില്ല, മൗലൂദ് വീട്ടിലുണ്ടാവില്ല, പുതിയ തലമുറയ്ക്ക് അതറിയില്ല. എന്നാൽ വലിയ ബറക്കത്തുള്ള മഹദിയാണ് സയ്യിദാ നഫീസ റളിയല്ലാഹു അൻഹ. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ബില്ലിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. ആ നിലക്ക് മഹത്വമുള്ള നഫീസത്ത് മാല ഓതിയിട്ടുള്ള ഉമ്മമാരിൽ പ്രായമുള്ളവരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകുമല്ലോ. വെറുതെയല്ല മാല ഓതുന്നത്. ഈജിപ്തിലെ നൈൽ നദിയിൽ വെള്ളം കുറഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നദി ഒഴുകുന്നില്ല. കംപ്ലൈന്റ് വന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട്, ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിനെ ബലി കൊടുക്കലാണ്, എന്താ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, നദിക്കൊരു കത്തെഴുതി, നീ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഒഴുകിക്കൊള്ളണം. ആ കത്ത് കൊണ്ടുവന്ന് നദിയിൽ ഇടാനും വെള്ളം ഒഴുകുകയാണ്. താരീഖിലെ സഹോദരന്മാരെ, ഖതീബുൽ ബഗ്ദാദി ഉദ്ധരിച്ചിട്ടുള്ളത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് നൈൽ നദിയിലെ വെള്ളം കുറഞ്ഞുപോയി. ജനങ്ങൾ വന്ന് കംപ്ലൈന്റ് ചെയ്തു, ഉമ്മ ഞങ്ങളുടെ ജലസ്രോതസ്സിൽ വലിയ ആശ്രയമായ നൈൽ നദിയിൽ വെള്ളം കുറഞ്ഞുപോയി. മഹദിയായ സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ സാധാരണ നിസ്കരിക്കുമ്പോൾ അണിഞ്ഞുകൊണ്ടിരുന്ന മക്കനെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നൈൽ നദിയിലിടാൻ. ജലത്തിനിരപ്പ് ഉയർന്നു, ആളുകളുടെ വിഷമം മാറി. ഇതുപോലെ ഒരുപാട് കറാമത്തുള്ള മഹദിയാണ് സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ നിങ്ങൾ അറിയണം, ചില്ലറ മഹത്വമുള്ള മഹദിയല്ല. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്താൻ വേണ്ടി രാവിലെ പോകുമ്പോഴും ദർസ് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴും ശാഫഈ ഇമാം തങ്ങളുടെ വീടിന്റെ വാതിൽ നഫീസ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ദുആ ചെയ്യാൻ പറയുമായിരുന്നേ. അസുഖമായാൽ നഫീസ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു വിടും. റബീഉ റളിയല്ലാഹു അൻഹു പോലെയുള്ള ശിഷ്യന്മാരെ പറഞ്ഞു വിടും. ചെല്ലുമ്പോൾ നഫീസ ഉമ്മ ദുആ ചെയ്യും, തിരിച്ചു വരുമ്പോഴേക്ക് രോഗം മാറിയിട്ടുണ്ടാവും. ഇതൊന്നും കഥയല്ല, ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അതിന്റെ ഉദ്ധരണികളോടെ സംസാരിച്ച സീഡികൾ ഉണ്ട്. നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് 4 മണിക്കൂർ സീഡി ഉണ്ട്. ശാഫഈ ഇമാം തങ്ങളെ കുറിച്ച് 6 മണിക്കൂർ സീഡി ഉണ്ട്. അതിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന് അവസാനം
വഫാത്തിന്റെ രോഗം വന്നപ്പോൾ മഹദി അവരുടെ അടുക്കലേക്ക് ദുആ പറഞ്ഞു. ആളെ വിട്ടു. അപ്പൊ ഉമ്മ പറഞ്ഞു വിട്ടു. നഫീസ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ ഉസ്താദിനോട് പറയണം അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കോളാൻ, ഈ രോഗം ശിഫയാവൂല, ഇത് വഫാത്തിന്റെ രോഗമാണ് എന്ന് അറിയിച്ചു. ഇമാമുന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് വസിയ്യത്ത് ചെയ്തു, ഞാൻ വഫാത്തായാൽ എന്റെ ജനാസ നിസ്കാരത്തിൽ മഹദി അവറുകൾ ഉണ്ടാവണം. അതിന്റെ അർത്ഥം പുരുഷന്മാർ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കണം എന്നല്ല. നഫീസ റളിയല്ലാഹു അൻഹയുടെ ജനാസ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിക്കുന്ന വലിയ മൈതാനം, അതിന്റെ മൂലയോട് ചേർന്നവരും നഫീസ റളിയല്ലാഹു അൻഹയുടെ റൂം, അതിന്റെ ഉള്ളിൽ നിന്ന് മഹദി നിസ്കരിച്ചു ബറക്കത്തിന് വേണ്ടി. അല്ലാതെ സ്ത്രീകൾ ആദ്യം ചാടിക്കേറി നിസ്കരിക്കുന്ന പതിവ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരശരീരി കേൾക്കുകയാണ്, غفر الله لمن صلى على الشافعي بالشافعي وللشافعي بنفيسا. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരം കഴിയുമ്പോൾ അശരീരി കേൾക്കുകയാണ്, ഗഫറല്ലാഹു ലിമൻ സ്വല്ലാ അല ശാഫിഈ, ശാഫിഈ ഇമാം തങ്ങളുടെ പേരിൽ നിസ്കരിച്ചവർക്ക് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുകയാണ് ശാഫിഈ ഇമാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്. കേട്ടോ, മഹാന്മാരുടെ അടുത്തേക്ക് പോയാൽ ഇങ്ങോട്ടാ കിട്ടുക. സാധാരണ നമ്മുടെ മയ്യത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നിസ്കരിക്കല്. ശാഫിഈ ഇമാം തങ്ങളുടെ നിസ്കാരത്തിന് പോയ ആളുകൾക്കെല്ലാം ശാഫിഈ ഇമാം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പൊറുക്കലിന് കിട്ടിയിരിക്കുന്നു എന്നുള്ള അശരീരി. ശാഫിഈ ഇമാം തങ്ങൾക്ക് അല്ലാഹു തആല മഹത്വം നൽകിയിരിക്കുന്നു. നഫീസ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച കാരണത്താൽ എന്ന മഹദി അവരുടെ അടുക്കൽ നിന്ന് അതാക്കാർ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പെന്ന നിലയ്ക്ക് ഒരു അശരീരി എന്ന് കേൾക്കുകയാണ്. അറിയുമോ എന്റെ ഉമ്മമാരെ, ഇന്നും ഈജിപ്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുടെ ജനാസ നഫീസ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുടെ അടുക്കൽ കൊണ്ടുവച്ച് നിസ്കരിക്കുന്നുണ്ട്. ബറക്കത്തിന് വേണ്ടിയാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ഈജിപ്തിൽ ചെന്നപ്പോൾ ഒരു മഗ്രിബിനാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇശാ സമയം വരെ ഞങ്ങൾ സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുടെ അടുക്കൽ ഉണ്ടായിരുന്നു. എത്രയോ ജനാസകളാണ് ഈജിപ്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ആ മഹദി അവരുടെ ചാരത്തുള്ള പള്ളിയിൽ വെച്ച് മഹദിയുടെ ബറക്കത്തിന് വേണ്ടി കൊണ്ടുവന്ന് നിസ്കരിക്കുകയാണ്. ലോകത്ത് അങ്ങനെയാണ്. ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങളിലെല്ലാം മഹാന്മാരുടെ മഖ്ബറകളുണ്ട്, മഹദിമാരുടെ മഖ്ബറകളുണ്ട്. ഈജിപ്തിലേക്ക് പോയാൽ ആരുടെയെല്ലാം മഖ്ബറയാണ്? ഇമാമുന ശാഫിഈ തങ്ങളുടെ മഖ്ബറയുണ്ട്, മുസ്നി ഇമാം തങ്ങളുടെ മഖ്ബറയുണ്ട്, സുയൂത്തി ഇമാം തങ്ങളുടെ മഖ്ബറയുണ്ട്, സക്കരിയ്യ അൻസാരി തങ്ങളുടെ മഖ്ബറയുണ്ട്, ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുണ്ട്. അങ്ങനെ സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുണ്ട്. കൈറോ സിറ്റിയിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഖബറടക്കിയിട്ടുള്ള മഖാമുണ്ട് കേട്ടോ. എണ്ണിയാൽ തീരാത്ത മഹാന്മാരുടെ മഖ്ബറകളാണ് ഈജിപ്തിലുള്ളത്. അത് നബിമാരുടെ നാടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണം നടത്തിയ നാടാണ് മിസ്ർ. അവിടെ ആ മഹാന്മാരുടെ എല്ലാം ജബൽ മുഖത്തം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അതിന്റെ ചാരത്ത് മാത്രം ഒരുപാട് ഔലിയാക്കളുടെ മഖ്ബറയുണ്ട്. അതാ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ശിഫ
ശിഫാഉൽ ഗറാം ലിസിയാറത്തുൽ ഖുദ്സ് വശാം എന്ന ഒരു ഗ്രന്ഥമെന്ന് മറിച്ചാൽ ഈജിപ്തിലും സിറിയയിലുമെല്ലാം അടങ്ങിയിരിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള എത്ര ഗ്രന്ഥമാണ്. ജബൽ മുഖത്തമിൽ എത്ര വിവരങ്ങളാണ്. ജബൽ മുഖത്തം എന്ന ഒരു പർവ്വതത്തിന്റെ ചാരേ മാത്രം അടങ്ങിയിട്ടുള്ള മഖാമുകളെ കുറിച്ച് സ്വതന്ത്രമായ ഒരു ഗ്രന്ഥം എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉള്ളതാണ്. ലോകത്തെ ചരിത്രം എങ്ങനെയാണ്? ഫലസ്തീനിലേക്ക് ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറയുണ്ട്, മൂസ നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ ഇൻദൽ കസീബിൽ അഹ്മദി ചുവന്ന ചെറിയ കുന്നിന്റെ ചാരേ മൂസ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തു എന്നും റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി കണ്ടുവെന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനില്ലേ. ഇങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കുവോളം പറഞ്ഞാലും തീരൂല. ജോർദാനിൽ ചെന്നാൽ അസ്ഹാബുൽ കഹ്ഫിന്റെ മഖാമില്ലേ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയില്ലേ, ശർഹബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയില്ലേ. എത്ര മഹാന്മാരുടെ മഖാമുകളാണ് ജോർദാനിൽ ഉള്ളത്, ഫലസ്തീനിൽ ഉള്ളത്. ബഗ്ദാദിലേക്ക് ചെന്നാൽ ശൈഖ് ജീലാനി തങ്ങളുടെ മഖാമില്ലേ. അതാ ബഗ്ദാദിൽ ചെന്നാൽ അൽ അളമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇമാമുൽ അളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം വലിയ മാനം മുട്ടുന്ന പ്രൗഢിയുള്ള മഖാമാണ്. അൽഹംദുലില്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ശാഫി ഇമാം തങ്ങളുടെ മഖാം സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മഖ്ബറയുടെ പിന്നിൽ തന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം പണി കഴിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് മദീനയിലെ ജന്നത്തുൽ ബഖീഇലാണ്. ഇവിടെയെല്ലാം ജനങ്ങൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ ബറക്കത്ത് ഇറങ്ങുമെന്ന്. സ്വാലിഹീങ്ങളുടെ മഖബറയുടെ അടുക്കൽ മഅ്വ സ്വാലിഹീൻ, അവിടെ നല്ലവര മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ബറക്കത്തുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം മുഴുവനും ബറക്കത്താണ്. കാരണം എന്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മഖാമുള്ളത് കൊണ്ടാണ്. ഖുർആൻ വ്യാഖ്യാനത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതിയില്ലേ, റൂഹുൽ ബയാനിൽ ഇസ്മാഈൽ ഹിഖിൽ ബറൂസവി എഴുതിയില്ലേ, ഇമാമിങ്ങൾ വേണ്ട പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഒരു കാര്യം കൂടി പറയട്ടെ ഉമ്മമാരെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചോ. ഔറത്ത് തുറന്നിട്ട് തെരുവിൽ കറങ്ങല്ലേ. അത് നാളെ റബ്ബിന്റെ കോടതിയിൽ പിടിക്കപ്പെടുന്ന കുറ്റമാണ്. അന്യപുരുഷന്മാരോട് ഇടകലരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് പുറത്തു വെച്ച് ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടാൽ അത് നബി തങ്ങളുടെ ഭാര്യയാണെന്ന് അവർക്കറിയില്ല, അഥവാ തീരെ അവർക്ക് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർക്ക് അറിയാം. അല്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോയാൽ കുടുംബക്കാരല്ലാത്ത സ്വഹാബികൾക്ക് അറിയില്ല ഇത് ആയിഷ ഉമ്മയാണ്. കാരണം ആരും കണ്ടിട്ടില്ല. സൗദാ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിന്ന സ്വലാ എന്ന ആയത്ത് ഇറങ്ങിയതിനു ശേഷം അവിടുത്തെ ജനാസയാണ് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവർ നയിച്ച ദീനാണിത്. നമ്മളിന്ന് നമ്മുടെ മക്കളെ നിസ്കാരം പോലും ശ്രദ്ധിക്കാതെ അതാ നമ്മുടെ പെൺമക്കൾ ഇന്ന് തെരുവോരങ്ങളിലൂടെ ടൂ വീലറിൽ കറങ്ങുകയാണ്. ഏത് ദീനിന്റെ ഭാഷയിലാണ് ന്യായീകരിക്കാനാവുക?
അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സ്വലാഹ്. സഹോദരിമാര് ടൂ വീലറിൽ തെരുവിൽ കറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും ദേഷ്യമുണ്ടായിട്ടല്ല, അങ്ങനൊന്ന് പാടില്ലെന്ന് ഖുർആൻ ഇസ്ലാം നമ്മളോട് പറഞ്ഞില്ലേ? അത് മാനിക്കേണ്ടത് നമ്മളല്ലേ? ഉമ്മമാരെ, ഇവിടെ ജനിച്ചത് മരിക്കാനാണ്, അല്ലാതെ ഒരാളും ഇവിടെ നിലനിൽക്കാൻ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. അവർക്കുള്ള വീടാണ് സ്വർഗം, ഉടമസ്ഥനായ റബ്ബിനുള്ള വീട്. ആ റബ്ബിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എല്ലാവരും സ്വർഗത്തിൽ കടക്കും ഇല്ലാ മൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, സ്വർഗം വേണ്ടെന്ന് ആരാ പറയാ? അപ്പോൾ പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ സ്വർഗ്ഗത്തിൽ കടന്നു. വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിക്കാത്തവർക്ക് സ്വർഗ്ഗം വേണ്ട എന്ന് പറഞ്ഞവരെ പോലെയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇനി അതിനാരും പൊടിപ്പും തൊങ്ങലും വെച്ച് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം എന്നിട്ട് സ്വർഗം വേണം, അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അറിയുമോ സഹോദരന്മാരെ, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. താബിഈ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബത്തിനെ കണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ശിഷ്യന്മാരാണ് സ്വഹാബിമാർ, അവരുടെ ശിഷ്യന്മാരാണ് താബിഊകൾ. ആ താബിഊകളിൽപ്പെട്ട മഹാനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ആരുടെ ശിഷ്യനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പതിറ്റാണ്ടിലേറെ സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കൂടെ 40 കൊല്ലം താമസിച്ചു പഠിച്ച മഹാനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. സ്വഹിബ അനസൻ 40 സന, 40 കൊല്ലം അനസ് ഇബ്നു മാലിക് തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടിയ മഹാനാണ്. ആ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഇന്ന് എത്രയോ മഹാന്മാരുടെ സംഭവം പറയാനുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങൾ മരണപ്പെട്ടവർ അറിയുന്നുണ്ട്, അതിനും തെളിവുകൾ കാണാം. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹുവും ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും പരസ്പരം ദീനിന്റെ പേരിൽ സഹോദരന്മാരാണ്. ഖാല സഅബ് ലിഔഫ്, സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു ഔഫ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു, നമ്മളിൽ ആര് ആദ്യം മരിച്ചാലും മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാൻ ജീവിച്ചിരിക്കുന്ന ആൾക്കൊരവസരം കിട്ടാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അഖീ അയ്യുനാ മാത ഖബല സ്വാഹിബിഹി, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടായാൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരണപ്പെട്ട ആളുടെ അവസ്ഥയൊന്നറിയാൻ അവസരം വേണം. അതിനുവേണ്ടി അവർ ദുആ ചെയ്തു. ഫമാത്ത സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഫറആഹു ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കിനാവിൽ കാണുകയാണ്. ചോദിച്ചു, എങ്ങനെയൊക്കെയുണ്ട്? കുറെ പ്രയാസഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ റാഹത്താണ്. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് അത് കണ്ടില്ലേ? നിങ്ങളുടെ പെരടിയിൽ വറഅയ്തു ലംഅതൻ സൗദാ ഫീ ഉനുഖിഹി, നിങ്ങളുടെ പെരടിയിൽ എന്താണ് ഒരു കറുത്ത ഒരടയാളം കാണുന്നത്? മഹാദാ, അതെന്താണ്? പറഞ്ഞു, ഞാനൊരു ജൂതന്റെ കയ്യിൽ നിന്ന് 10 ദീനാർ വാങ്ങിയിരുന്നു, ഞാനത് വീടാൻ കഴിഞ്ഞില്ല, അതെന്റെ വീട്ടിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു, അല്ല സഅബേ,
എന്തൊക്കെയുണ്ട് വിശേഷം? സഅദ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നൊരു പൂച്ച മരിച്ചുപോയി. അതുപോലെ തന്നെ കുറെ ദിവസമായി എന്റെ വീട്ടിലുള്ള പൂച്ച മരിച്ചുപോയി. അതുപോലെ തന്നെ 6 ദിവസം കഴിയുമ്പോൾ എന്റെ മോള് മരിച്ചുപോകും. ഇതെല്ലാം സഅദ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു എന്ന വഫാത്തായ മഹാൻ ജീവിച്ചിരിക്കുന്ന ഔഫ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഔഫ് ബിൻ മാലിക് തങ്ങൾ സഅദ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ എവിടെങ്കിലും ഒരു 10 ദീനാർ പ്രത്യേകം കരുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അത് കണ്ടുപിടിച്ചു, കൊടുക്കേണ്ടയാൾക്ക് കൊടുത്തു. വീട്ടുകാരോട് ചോദിച്ചു, ഇവിടെ എന്തുണ്ട് വിശേഷം? ഞങ്ങൾ വലിയ വാത്സല്യത്തോടെ വളർത്തിയ പൂച്ച മരിച്ചുപോയി. അപ്പോഴുണ്ട് മുറ്റത്തിരുന്ന് കളിക്കുന്നു മകളോട് പറഞ്ഞു, മോളെ നിന്റെ സമയം എടുത്തുപോയി. 6 ദിവസം കഴിഞ്ഞപ്പോൾ അതാ ആ മകൾ മരണപ്പെട്ടുപോയി. അഥവാ വഫാത്തായി പോയ മഹാൻ ജീവിച്ചിരിക്കുന്ന മഹാനോട് പറഞ്ഞത് വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാർ, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. നല്ലത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അരുതാത്തത് കാണുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ അവരറിയുന്നുണ്ട്. വേറെയും ഉദാഹരണങ്ങളുണ്ട്, സമയം പോരാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു മഹാനവർകൾ 40 കൊല്ലം അനസ് ബിൻ മാലിക് തങ്ങളുടെ കൂടെ ജീവിച്ച മഹാനാണ്. മഹാനവർകളെ കൊണ്ടുപോയി ഖബറടക്കി. ഖബറടക്കം കഴിഞ്ഞ് അതാ മേൽ മണ്ണിങ്ങനെ മൂടുകയാണ്. അങ്ങനെ മൂടുന്ന നേരത്ത് ഒരു മൂടുകല്ലങ്ങ് വീണുപോയി. ആ മൂടുകല്ലങ്ങ് വീണുപോയപ്പോൾ അറിയുമോ, മഹാന്മാരായ ആളുകൾ ഖബറിന്റെ മേലെ മണ്ണ് ശരിപ്പെടുത്തുകയാണ്. മൂടുകല്ലങ്ങ് വീണുപോയപ്പോൾ അവര് ഖബറിലേക്ക് നോക്കിയപ്പോൾ നിന്ന് നിസ്കരിക്കുകയാണ്. ആര്? സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുകയാണ് ഖബറിൽ. വേഗം ഖബറൊക്കെ മൂടി റെഡിയാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് മകളോട് ചോദിച്ചു, മോളെ മാക്കാന ഹാലു അബീകി, മോളെ വാപ്പന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അപ്പോൾ മോള് ചോദിച്ചു, എന്തേ നിങ്ങൾ ഖബറടക്കിയിട്ട് ഉടനെ വന്ന് ഇങ്ങനെ ചോദിക്കണത്? എന്തെങ്കിലും കാര്യം പറഞ്ഞു. അപ്പോൾ മഹദി അവர்கள் പറഞ്ഞു, എന്റെ ഉപ്പ 10 പതിറ്റാണ്ടുകളായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. അത്താഴ സമയമായാൽ അഥവാ വെളുപ്പാൻ കാലമായാൽ ഇടയത്താഴം നമ്മുടെ നാട്ടിൽ പറയും. ആ താഴ സമയമായാൽ അല്ലാഹുവോട് ദുആ എടുക്കും. اللهم إن كنت أعطيت أحدا من خلقك الصلاة في قبره فأعطنيها. അല്ലാഹുവേ, നീ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് നൽകണേ. മാ കാന അല്ലാഹു ലിയറുദ്ദ അലിക ദുആ, ആ ദുആ അല്ലാഹു തട്ടാനിടയില്ല. എന്റെ ഉപ്പ ദിവസേന രാവുകൾക്കോളം നിസ്കരിച്ച് അള്ളാഹിനോട് ചോദിക്കും ഖബറിൽ നിസ്കരിക്കാൻ ഒരവസരം വേണമെന്ന്. അങ്ങനെ ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഖബറിൽ നിസ്കരിക്കുന്നത്. സൽക്കർമ്മം ചെയ്യുന്നവർ ഖബറിൽ അത് അനുഭവിക്കുകയാണ്. തെറ്റു ചെയ്യുന്നവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ 2 ഖബറിൽ ശിക്ഷയാണ്. നബി തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, രണ്ടാളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 2 പേരും ശിക്ഷിക്കപ്പെടുന്നത്
ചെറിയ കാര്യങ്ങൾക്കാണ്. അവിടെ ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ എഴുതിയില്ലേ, അവരുടെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ്. ഒരാൾ നമീമത്ത് അഥവാ ഏഷണി കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു കുലുമാലുണ്ടാക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെയാൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും വാർന്നു പോകുന്നത് കാത്തു നിൽക്കാതെ അതാ എഴുന്നേറ്റ് പോകുന്ന ആളായിരുന്നു. ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്തേക്ക് നിന്നാൽ ഒരു വലിയ സംഭവം ചുരുക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആർക്കാം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. എത്ര വലിയ ആളാണെങ്കിലും ശരി. അതാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതിയില്ലേ, ഇമാം ഖയ്യൂബി റളിയല്ലാഹു അൻഹു നവാദിറിൽ എഴുതിയില്ലേ, എന്താണ്? അതാ ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വരികയാണ്. ആ വരുന്ന നേരത്തോ മദീനത്തെ ഖബറിൽ നിന്നൊരു നിലവിളിയാണ്, യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഓ തങ്ങളെ, ഒന്ന് കാക്കണേ തങ്ങളെ, ഖബറിൽ ശിക്ഷയാണ്, ഒന്ന് കാക്കണേ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു, മദീനത്തിറങ്ങിയിട്ട് ജനങ്ങളോട് പറയണം, അതാ എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ. ഈ ഖബർ ആരുടേതാണെന്ന് തിരിച്ചറിയാനാണ്. അങ്ങനെ എല്ലാവരും വന്നു. ഈ ഖബറിന്റെ അടുക്കൽ ആരും വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വരുന്നുണ്ട്. ഇരുന്നും നടന്നും കുഴഞ്ഞു വരുന്നൊരു ഉമ്മയാണ്. ഈ ഖബറിന്റെ അടുക്ക വന്നപ്പോ ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? ഇതെന്റെ കരളിന്റെ കഷ്ണമായ മോന്റെ ഖബറാണ്. ഉമ്മാക്ക് പൊരുത്തമുണ്ടായിരുന്നോ ഈ മകൻ മരിക്കുന്ന സമയത്ത്? എല്ലാം എനിക്ക് പൊരുത്തമാണ്. പക്ഷേ ഒരു ദിവസം അവൻ മദ്യപിച്ചിട്ട് വന്ന് എന്നെ തല്ലിയിട്ടുണ്ട്. അതെനിക്ക് പൊരുത്തപ്പെടാനാവൂല. കാരണം ഞാൻ അങ്ങനെ ആറ്റുനൂറ്റ് പോറ്റിയ മകനാണ്. ഉമ്മ ഒന്ന് പുറത്തു കൊടുക്കുക മകന്. ഇല്ല തങ്ങളെ, ഞാൻ വിട്ടുകൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട്, ഉപ്പയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട്. തങ്ങൾ പിന്നെയും പറഞ്ഞു. അപ്പോഴും ആ ഉമ്മ കേട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഈ ഖബറിന്റെ അടുക്കലൊന്നും ഇരുന്നേ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിലവിളി കേൾക്കുകയാണ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ് അന്നാറു മിൻ ഫൗഖി വമിൻ തഹ്തി വഅൻ യമീനി വഅൻ ശിമാലി. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈലുൽ ഹാഫിദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഈ സംഭവം അറിയുമോ സഹോദരന്മാരെ? അതാ ഖബറാളി നിലവിളിക്കുകയാണ്, കരയുകയാണ്. ഉടനെ ആ ഉമ്മാനെ കേൾപ്പിച്ചു കൊടുത്തു നബി തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്. ആ ഉമ്മ അത് കേട്ട് കഴിയുമ്പോ മകന് പുറത്തു കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്യുകയാണ്. നബി തങ്ങൾ ആ കരച്ചിൽ കേട്ടത് കൊണ്ട് ഉമ്മാനെ വിളിച്ചു വരുത്തിയതാണ്. ആ കേട്ട റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്. ഉടനെ ഖബറിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു, ജസാക്കല്ലാഹു യാ റസൂലല്ലാഹി. ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. എന്റെ ശിക്ഷ നീങ്ങിപ്പോയി. ചെറുപ്പക്കാരെ, അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തക്കേട് വാങ്ങരുത്, ഉപ്പാന്റെ പൊരുത്തക്കേട് വാങ്ങരുത്, ഉസ്താദുമാരുടെ പൊരുത്തക്കേട് വാങ്ങരുത്. പ്രായമുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറണം. എല്ലാവരോടും നല്ല വിനയമുള്ളവരാകണം. തഖ്വയോടെ ജീവിക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം ഖളാക്കരുത്. മദ്യപിക്കുന്നവരാകരുത്. മദ്യപിക്കുന്നവരോട് ചങ്ങാത്തം അരുത്.
പലിശയിൽ പോകരുത്. പലിശയിൽ കുടുങ്ങിയവരത് വേഗം ഒഴിവാക്കിക്കൊള്ളണം. ഉമ്മബന്ധന്മാര് ചെറിയൊരു കടം വന്നാൽ ഉടനെ മാലയും എടുത്ത് ബാങ്കേഴ്സിലേക്ക് ഓടുകയാണ്, പലിശയ്ക്ക് പണം വാങ്ങുകയാണ്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് തഖ്വയോടെ ജീവിക്കണം. ഞാനും യാത്രയാകേണ്ടതാണ്, നിങ്ങളും പോകേണ്ടതാണ്. ഇത് സ്ഥിരതാമസത്തിനുള്ള വീടല്ല, നാടല്ല. ജല്ല ജലാലായ റബ്ബിനെ ഭയക്കണം. ഏകാന്തതയിൽ നിന്ന് ഉടമസ്ഥനെ വിളിക്കണം. അല്ലാഹ് എന്ന് വിളിക്കുന്ന നേരത്ത് റബ്ബിലേക്ക് ഖൽബ് വരണം. അല്ലാഹ് എന്ന ചിന്തയിലായി ജീവിക്കണം. എല്ലാം തരുന്നത് അവനാണ്, അവൻ തരുന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ചെയ്യുന്ന കാര്യം അവന്റെ അടുക്കൽ തെറ്റാകരുത്. വേറെ ആരോപണങ്ങളിൽ ബേജാറില്ല. എല്ലാം അറിയുന്ന റബ്ബിന്റെ അടുക്കൽ കുറ്റവാളിയാകരുത്. ആളുകൾ പറയുന്നതിൽ ബേജാറില്ല. തെറ്റ് റബ്ബിന്റെ മുമ്പിൽ വന്നു പോകാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. എന്റെ ഉമ്മബന്ധന്മാരെ, നിസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്, നിസ്കാരം ഖളാക്കരുത്, ഔറത്ത് മറക്കാതെ നടക്കരുത്, മാന്യമായി വസ്ത്രധാരണം നടത്തണം. മക്കളെ ദീന് പഠിപ്പിക്കണം. മക്കൾ നിസ്കാരം ഖളാക്കുന്നവരാകരുത്. അവരെ സുബഹിക്ക് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണം. 7 വയസ്സാകുമ്പോൾ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന് ശിക്ഷണമെന്ന നിലയ്ക്ക് അടിച്ചിട്ട് അവനെ നിസ്കരിപ്പിക്കണം. അങ്ങനെ നല്ല ഒരു കുടുംബമായി ജീവിക്കണം. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനേ.